ഈ കാണുന്ന ഇമേജ് ഇന്നലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലി സേന IDF തമ്മിലുണ്ടായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുള്ള ഇസ്രായേലി സേനയിലെ പട്ടാളക്കാരുടെ ശവം കൊണ്ടുപോകുന്ന കേട്ടോ. അതായത് ഹിസ്ബുള്ള അല്ലെങ്കിൽ ലെബനോനിൽ ഹിസ്ബുള്ളിനെ തീർക്കാൻ വേണ്ടി IDF നേരിട്ട് കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള വരച്ചു വെച്ചിട്ടുള്ള ചില ഡെഡ് സോണുകളുണ്ട്. ആ ഭാഗത്തോട്ട് കയറുന്ന ഏതൊരു ഇസ്രായേലി പട്ടാളക്കാരെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ടാങ്കുകളും ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് വന്നു കഴിഞ്ഞാൽ ഹിസ്ബുള്ള സ്പോട്ടിൽ പൊളിച്ച് കളയുന്ന രംഗങ്ങളാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അമേരിക്കയുടെ FA-18 പോലത്തെ വിമാനങ്ങളും ഇന്നലെ മിസൈലിന് ഇരയായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കാര്യമായിട്ട് പറയാനുള്ള ഇങ്ങനെ 1-2 പോയിന്റുകളാണ്. ഏതായാലും വീഡിയോയിലോട്ട് പോകാം. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള IDF തമ്മിലുള്ള ഒരു യുദ്ധം വളരെ രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ തന്നെ ഹിസ്ബുള്ളിനെ തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ലെബനനിലോട്ട് കാല് വെച്ചിട്ടുള്ള ഇസ്രായേലി സേനയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരുപാട് പേരെ ഹിസ്ബുള്ളയുടെ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, ഒരുപാട് അവിടുത്തെ സിവിലിയൻസിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ മന്ത്രിയുടെ മകനടക്കം പലരുടെയും ജീവൻ വരെ ഇല്ലാണ്ടായി പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ഏരിയകൾ. പ്രത്യേകിച്ച് തെക്കൻ ലെബനനിലെ പതിയിരിക്കുന്ന ആക്രമണങ്ങൾ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. അതായത് തെക്കൻ ലെബനിലെ ടൈബർ കൊഡാര എന്ന് പറഞ്ഞിട്ടൊരു മേഖലയിൽ ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആസൂത്രിതമായി കെണിയൊരുക്കി വെച്ചിട്ട് ഇരിക്കുകയാണ്. അതായത് ഹിസ്ബുള്ള ഇസ്രായേലി സേനയെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. അവർ കയറിക്കഴിഞ്ഞാൽ എങ്ങനെ തീർക്കണം എന്നുള്ള കംപ്ലീറ്റ് കെണി വെച്ചിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതായത് ഇന്ന് 26-ാം തീയതിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. 10 മെർക്കാവോ ടാങ്കുകളും ഇസ്രായേലിൻ്റെ അതുപോലെ തന്നെ 2 D9 ബുൾഡോസറുകളുമാണ് ഹിസ്ബുള്ള ഈ ഭാഗത്തോട്ട് കടന്ന സമയത്ത് തന്നെ തീർത്ത് തവിട്ട് പൊടിയാക്കി കളഞ്ഞിട്ടുള്ളത്. അതിനുള്ള ഉപയോഗിച്ചിട്ടുള്ള യന്ത്രങ്ങളാണ്. അതായത് ഇസ്രായേൽ സൈനിക യൂണിറ്റുകൾ തങ്ങൾ നിശ്ചയിച്ച കിൽ സോണിൽ പ്രവേശിക്കുന്നത് വരെ, അതായത് ഹിസ്ബുള്ള അവരെ ഒരു ട്രാപ്പ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരു കിൽ സോൺ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സേന എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ അവർ വെയിറ്റ് ചെയ്ത് അതിലോട്ട് കയറിയെന്ന് കഴിഞ്ഞാൽ ഗൈഡഡ് മിസൈലുകൾ വെച്ചിട്ട് ആ സ്പോട്ടിൽ ഈ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുക. ഗൈഡഡ് മിസൈലുകൾ വെച്ചിട്ട് ആളുകളെ കൊല്ലുന്ന കൂട്ടത്തിൽ ഇവരുടെ ഈ സൈനിക സന്നാഹങ്ങൾ മൊത്തത്തിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 15 ഇസ്രായേലി പട്ടാളക്കാരാണ് മെനഞ്ഞാന്ന് ഈ സ്ഥലത്ത് കയറിയപ്പം മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ. ഇത് വല്ലാണ്ട് പുറത്തോട്ട് ഈ ഡീറ്റെയിൽസ് വരുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഹിസ്ബുള്ള ഈ ആക്രമണം ഉണ്ടെന്ന് പറയുന്നല്ലാണ്ട് അവിടെ നടക്കുന്ന ഇത്രയും പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെടുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അധികം പുറത്തോട്ട് വന്നായിരിക്കും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിച്ചത്. അതുമാത്രമല്ല, ഇവിടെ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് അതിന് പുറമെ ഈ പട്ടാളക്കാരുടെ പിൻവശത്തിൽ, അതായത് ഇവരെ സൈഡിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ് ഓഫ് IDF ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരുപാട് പട്ടാളക്കാർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു ഏരിയയിൽ. അത് മാത്രമല്ല, ടെൽ-അവീവിൽ ആക്രമണം നമുക്കറിയാം. ടെൽ-അവീവിലും ഹിസ്ബുള്ളയുടെ ഒരുപാട് മിസൈലുകൾ, ഏകദേശം 80 മിസൈലുകളൊക്കെ ഒരു ദിവസം ടെൽ-അവീവിൽ ഹിസ്ബുള്ളയുടേത് മാത്രം വന്ന് ആക്രമണത്തിന് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു കാര്യം പുറത്തോട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല, മിലിറ്ററി ഇൻ്റലിജൻസ് ബാരക്കുകളും ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേലിൻ്റെ ആസ്ഥാനമായിട്ടുള്ള കിരിയ കോംപ്ലക്സും അവരുടെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് ബാരക്കുകളും ലക്ഷ്യമിട്ടിട്ടാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ 6ഓളം മിസൈലുകൾ അവിടെ ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. പക്ഷേ ഇസ്രായേൽ സൈന്യം അത് നിഷേധിക്കുക ചെയ്യുന്നതില്ല, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൊണ്ടുപോകുന്ന ആളുകൾ അല്ലെങ്കിൽ മരിച്ച പട്ടാളക്കാരെ കൊണ്ടുപോകുന്ന ചിത്രങ്ങളും പല ഇസ്രായേലി മീഡിയകളിലും അതുപോലെ തന്നെ മറ്റ് വിദേശ മാധ്യമങ്ങളിലും ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ആക്രമണത്തിൻ്റെ ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് മാത്രമല്ല, ലെബനനിലെ ഒരു വലിയ ഏരിയ ഇസ്രായേലിൽ പിടിച്ചെടുക്കുക എന്നുള്ള ചിന്തയോട് കൂടിയാണ് ഈ ഒരു യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തെക്കൻ ലെബനിലെ ലിറ്റാനി നദി വരെയുള്ള പ്രദേശം കൈപ്പെടുത്തിയിട്ട് അത് ഇസ്രായേലിൻ്റെ ഒരു ബഫർ സോണാക്കി മാറ്റാനാണ് ഇപ്പം ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇപ്പം ഈ ഒരു കാര്യത്തിന് ഇതിൻ്റെ പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം, അതായത് ഹിസ്ബുള്ളയുടെ ആയുധക്കടത്തും നീക്കങ്ങളും തടയാനായിട്ട് ഈ ലിറ്റാനി നദിയുടെ കുറുകെ 5 പാലങ്ങൾ ഇസ്രായേൽ ഇതിനകം തന്നെ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഏരിയ പിടിച്ചെടുക്കുക, ഈ പാലങ്ങളെ നശിപ്പിച്ചിട്ട് ഹിസ്ബുള്ളയുടെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവിടെ നടക്കുന്ന ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇതൊരു ഗസ മോഡൽ യുദ്ധമാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഗസയിലെ റഫേൽ ഉണ്ടായിട്ടുള്ള ബെയ്ത്ത് ഹനൂനിൽ നടപ്പാക്കിയതുപോലെ തന്നെ ലെബനൻ അതിർത്തി ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർക്കാൻ
തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ IDF ഇപ്പം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ആക്രമണത്തിനാണ് ഇപ്പം ഹിസ്ബുള്ള കംപ്ലീറ്റ്ലി ചെറുത്ത് നിന്ന് അങ്ങോട്ട് കയറി വരുന്ന ടാങ്കുകളും അല്ലെങ്കിൽ ബുൾഡോസറുകളും അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്ന IDFൻ്റെ സൈനികരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ ഇപ്പം ബേസിക്കലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭാഗം, ഈ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, അവിടുത്തെ മരണസംഖ്യ എടുക്കണം. ലെബനൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിന് പറഞ്ഞ അനുസരിച്ച് 121 കുട്ടികളും 42 ആരോഗ്യ പ്രവർത്തകരും അടക്കം ഏകദേശം 1200 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല 10 ലക്ഷത്തിൽ ആളുകൾ വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പം ലെബനനിൽ നിന്ന് പല ഭാഗങ്ങളായിട്ട് ഡിസ്പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ നാശന റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഒരു റിസർവ് സൈനികർ ഒരുപാട് പേര് ഇപ്പം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളും ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി FA-18 എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ യുദ്ധവിമാനം, അമേരിക്കയുടെ സൂപ്പർ ഹോർണറ്റ് വിമാനം തകർത്തതായിട്ടുള്ള ഇറാൻ്റെ വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ക്ലിപ്പുകൾ ഔട്ടായിട്ടുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ആ ഒരു ഫൈറ്റർ ജെറ്റ് പോകുന്നിടത്ത് ആ മിസൈൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ വളരെ ക്ലിയർ ആയിട്ടാണ് പിക്ചർ വന്നിട്ടുള്ളത്, ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇറാൻ്റെ തീരദേശമായിട്ടുള്ള ചബഹാറിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. തോളിൽ വെച്ചിട്ട് വിക്ഷേപിക്കാവുന്ന ഒരു മിസൈലുണ്ട്, MANPADS മാൻ പാഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു നോർമൽ ആയിട്ടുള്ളൊരു മിസൈൽ, നമ്മൾ ഇങ്ങനെ വെച്ച് വിടുന്ന മിസൈൽ കണ്ടില്ല, ഈ ഒരു മിസൈൽ വെച്ചിട്ടാണ് ഈ ഒരു അമേരിക്കയുടെ ഈ ഒരു വിമാനം തകർത്ത് കളഞ്ഞത്. കഷ്ടം. ഏതാണെങ്കിലും ഇതൊരു ഡയറക്റ്റ് ഒരു ഹിറ്റായിരുന്നു. അതുപോലെ US നേവിയുടെ FA-18 സൂപ്പർ ഹോർണറ്റ് വിമാനമാണ് ഇതിൽ തകർന്നതായിട്ട് IRGC അവകാശപ്പെടുന്നത്, വിത്ത് പ്രൂഫ് ഓഫ് ഈ ഇമേജസും ഈ ഒരു വീഡിയോസൊക്കെ വെച്ചിട്ട്. വിമാനത്തിന് നേരെ മിസൈൽ കുതിക്കുന്നത്, വിമാനത്തിന് സമീപം സ്ഫോടകം ഉണ്ടാക്കുന്നത്, അവശിഷ്ടങ്ങൾ വേർപ്പെടുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. വിമാനം കടലിൽ തകർന്നു വീകുന്നതായിട്ടാണ് IRGC അവകാശപ്പെട്ടിട്ടുള്ളത്. യുദ്ധം തുടങ്ങിയ ശേഷം ഏകദേശം 125-ലധികം ഡ്രോണുകൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടതായിട്ടും IRGC ഇപ്പം പുറത്തോട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല F-35 വിമാനം പോലത്തെ ഏകദേശം 10-15ഓളം വിമാനങ്ങൾ ഇതുവരെ IRGCയുടെ സേന പല ഭാഗങ്ങളായിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിനെയും തകർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ അമേരിക്കയുടെ പ്രതികരണമാണ് ഏറ്റവും രസം. തങ്ങളുടെ വിമാനങ്ങൾക്കൊന്നും വെടികൊണ്ടിട്ടില്ല, മേഖലയിൽ എല്ലാ വിമാനങ്ങളും സുരക്ഷിതമാണ് എന്ന് US ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. വിമാനം തകർന്ന് എന്ന് പറയുന്നതിലെ തെളിവ് അല്ലെ പൈലറ്റിൽ നിന്നുള്ള അപായ സൂചനകളോ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വിമാനം വീണില്ലെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല. യുദ്ധവിമാനങ്ങളാണ് കടലിൽ മുങ്ങിയിട്ട് ഈ പറഞ്ഞ കടലിലോട്ടാണ് വീണെങ്കിൽ അവിടെ കിടന്ന് അത് തീരും, അത്രയേ ഉള്ളൂ. അതും പുറത്തോട്ട് വരുന്നില്ല, ഒരിക്കലും പറയത്തുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായാലും എന്താണെങ്കിലും അത് വരാൻ പോകുന്നില്ല. ഇനി US സെൻട്രൽ കമാൻഡിൻ്റെ സൈഡിൽ നിന്ന് ഇതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ഇത് മാത്രമല്ല, ഇന്ന് മറ്റ് ചില അപ്ഡേറ്റുകൾ പറയാനുള്ള അബുദാബിയിലോട്ട് കണ്ടിന്യൂസ്ലി ഇറാൻ്റെ ഡ്രോണും മിസൈലുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേരാണ് അബുദാബിയിൽ മരിച്ചിട്ടുള്ളത്. സിറ്റിയിലാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതിലൊരു ഇന്ത്യക്കാരനുമാണ് മരിച്ചിട്ടുള്ളത്. രൂക്ഷമായിട്ട് തന്നെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് ഗൾഫിൻ്റെ കുവൈറ്റിലോട്ടും ബഹ്റൈനിലോട്ടും ഒക്കെ ഈ അടി ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇറാൻ്റെ നേവി ഹെഡിനെ കൊലപ്പെടുത്തി, നേവി ഹെഡിനെ വധിച്ചു എന്നുള്ളൊരു ന്യൂസും ഇപ്പോൾ ഈ ലേറ്റ് ഈവനിങ്ങിൽ അങ്ങനെ ന്യൂസും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങൾ. ഇനി ട്രംപ് പറഞ്ഞ പോലെ ട്രംപിനെ അടുത്ത ആയത്തുള്ള ആക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ട് അറിയേണ്ടി വരും. ഏതായാലും ട്രംപിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ G ആവാനാണ് സാധ്യത. ഞാൻ ഇതുവരെ വിചാരിച്ചത് G ആണ് തള്ളല് ഫസ്റ്റ്, പക്ഷേ Gനേക്കാൾ വലിയ തള്ള് ട്രംപ് തള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും രണ്ടും ഫ്രണ്ടായത് വെറുതല്ല. ഫ്രണ്ട് ആയ കാലത്ത് പറഞ്ഞു കൊടുത്ത ഐഡിയകളാണ് ഇപ്പം ട്രംപ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫ്രണ്ടല്ലല്ലോ, ഇപ്പം തിരിഞ്ഞല്ലോ ഏതായാലും കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ടും ഷെയറും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ തരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.